നോർത്ത് ഈസ്റ്റ് യാത്രയുടെ 4ാമത്തെ ദിവസം ന്യൂജൽപഗുഡി റെയിൽവേ സ്റ്റേഷന് പുറത്ത് ടെൻറ്റിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ബയ്യ വന്നിട്ട് വിളിക്കുന്നത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ടെൻറ്റെല്ലാം മടക്കി ഇവിടെ നിന്ന് മാറണമെന്നും പറഞ്ഞുകൊണ്ട്. സംഭവം വേറൊന്നല്ല, മൂപ്പയുടെ കടയുടെ മുമ്പിൽ കിടന്ന് ഞങ്ങൾ ടെൻ്റ് അടിച്ച് കിടന്നത്. അങ്ങനെ നേരെ ഞങ്ങൾ ഉറക്കത്തിൽ നിന്നെല്ലാം എണീച്ച് നേരെ ടെൻറ്റെല്ലാം മടക്കി നേരെ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെ ടോയ്ലറ്റിൽ പോയി നേരെ ഫ്രഷ് എല്ലാം ആയ ശേഷം നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം പോകുന്ന ഡെസ്റ്റിനേഷൻ വെച്ചാൽ സിക്കിം എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് സിലിഗുരിയിലേക്ക് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് വേണം സിക്കിമിലെ ഗാങ്ടോക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട്. ഫ്രഷ് ആയ ശേഷം നേരെ ഞങ്ങൾക്ക് 7 മണിയോടെ ഞങ്ങൾക്ക് സിലിഗുരിക്ക് ട്രെയിൻ ഉണ്ട്, ന്യൂജൽപഗുഡി റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ 7 മണിയുടെ ആ ഒരു ട്രെയിൻ നേരെ കയറി സിലിഗുരിക്ക് പോയി. 9 മണിയോടെ ഞങ്ങൾ സിലിഗുരി റെയിൽവേ സ്റ്റേഷൻ എത്തി. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച ശേഷം നേരെ സിലിഗുരി റെയിൽവേ സ്റ്റേഷൻ തൊട്ടും പുറത്തായിട്ട് തന്നെയാണ് ബസ് സ്റ്റാൻഡ് വരുന്നത്. അങ്ങനെ ബസ് അവിടെ നോക്കി അന്വേഷിച്ച് കാര്യങ്ങൾ വന്നപ്പോഴത്തേക്ക് നമുക്ക് ഒരാൾക്ക് വെച്ച് 200 രൂപയാണ്. അങ്ങനെ ബസ് ടിക്കറ്റ് എടുത്ത് നേരെ ബസ്സിൽ കയറി. അപ്പോൾ ഇവിടെ ഞാൻ കണ്ടൊരു കാഴ്ച വെച്ചാൽ, നമ്മുടെ നാട്ടിൽ വെച്ചാൽ ബസ്സിലെന്ന് വെച്ചാൽ നമ്മൾ ബസ്സിൽ കയറിയ ശേഷം നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത്. ഇവിടെ നേരെ തിരിച്ചാണ്. നമ്മൾ ആദ്യം കൗണ്ടറിൽ പോയി ടിക്കറ്റ് എല്ലാം എടുത്ത ശേഷം നമുക്ക് നേരെ ബസ്സിലൊന്ന് കയറണം. അപ്പോൾ ഈ ബസ്സിൻ്റെ നമ്പർ കാര്യങ്ങൾ അതുകൂടാതെ നമുക്ക് ഇരിക്കുന്ന സീറ്റ് നമ്പർ വരെ ഉണ്ടാവും. അങ്ങനെ നേരെ സിലിഗുരി ബസ് സ്റ്റാൻഡ് നേരെ ഞങ്ങളുടെ യാത്ര നേരെ ഗ്യാങ്ടോക്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് ഞങ്ങൾ നീങ്ങി തുടങ്ങി. ഉച്ചയോടെ 1 മണിക്ക് ശേഷം ഞങ്ങൾ ഗ്യാങ്ടോക്ക് ടൗണിലെത്തി. അങ്ങനെ ഗ്യാങ്ടോക്കിലൂടെ അലഞ്ഞിരിഞ്ഞ് നടന്നപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് അവിടെയുള്ള ഗുരുദ്വാര കണ്ടുമുട്ടിയത്. ഈ ഗുരുദ്വാര ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഭക്ഷണം കാര്യങ്ങൾ കഴിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് സ്റ്റേ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഭക്ഷണം എല്ലാം വയറ് നിറച്ച് കഴിച്ച് നേരെ അവിടെ നിന്ന് അടുത്തുള്ള ഒരു റോപ്പ് വേ ഉണ്ട്. ഈ ഒരു സിക്കിമിലൊരു ഹൈലൈറ്റ് ആയിട്ട് ഒന്നാണ് ഇവിടുത്തെ ഈ ഒരു ഗ്യാങ്ടോക്കിലെ ഈ ഒരു റോപ്പ് വേ. ഈ ഗ്യാങ്ടോക്ക് എന്ന് വെച്ചാൽ ഈ ഒരു സിക്കിമിൽ തന്നെ തലസ്ഥാനമാണ്. 153 2 സൈഡ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അങ്ങനെ നേരെ റോപ്പ് വേ എല്ലാം കയറി. ഈ റോപ്പ് വേൻ്റെ പ്രത്യേകിച്ച് ഈ ഒരു ഗ്യാങ്ടോക്ക് ടൗൺ മൊത്തം നമുക്ക് ഈ ഒരു റോപ്പ് വേയിൽ ഇവിടെ സഞ്ചരിക്കുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഈ ഒരു റോപ്പ് എല്ലാം കഴിഞ്ഞ ശേഷം നേരെ അടുത്തുള്ളൊരു മൊണാസ്ട്രി ഉണ്ട്. അങ്ങനെ ആ ഒരു മൊണാസ്ട്രി പോയി. അങ്ങനെ 5 മണി ഒളിച്ച് ഞങ്ങൾ ഗ്യാങ്ടോക്കിലെ മാൾ റോഡിലേക്ക് പോയി. അങ്ങനെ ആ രാത്രി ഫുള്ള് ആ ഒരു മാൾ റോഡിലൂടെ ഞങ്ങൾ തെണ്ടി തിരിഞ്ഞ് നടന്നു. അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് പിറ്റേ ദിവസം പോലെ ലാച്ചുങ്ങൾക്ക് പോലെ വണ്ടീൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഞങ്ങൾ തപ്പി. നമുക്ക് അങ്ങോട്ട് പോലെ പെർമിറ്റ് എടുക്കണമെങ്കിൽ കുറച്ച് പൈസ കൂടാണ്ട് ഞങ്ങൾ അത് ക്യാൻസലാക്കി. അങ്ങനെ പിന്നെ ടെൻ്റ് അടിച്ച് താമസിക്കാനുള്ള സൗകര്യം നോക്കിയാണ്. ഈ സിക്കിം എന്ന് പറയുന്ന സ്റ്റേറ്റ് 3 രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. ഞങ്ങൾക്ക് ടെൻ്റ് അടിച്ച് കിടക്കാനുള്ള ഓപ്ഷൻസ് ഒന്നും ഞങ്ങൾക്ക് നിലവിൽ കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ നിവർത്തി മുള്ള അവസാനം ഞങ്ങൾ 5 പേരും കൂടി ഒരു 800 രൂപക്ക് റൂം എടുത്തിട്ട് ഞങ്ങൾ റൂമിൽ താമസിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നേരെ ഫോളോ ചെയ്ത് നേരെ കൂടെ കൂടിയോ. അപ്പോൾ എന്തായാലും അടുത്തൊരു നോർത്ത് ഈസ്റ്റ് യാത്രയുടെ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.